ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ജംഷി ഓണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാവുത്ത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി മസാലയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിനു മുന്നേ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചാൽ ഇനിയും ഞാൻ ഇതുപോലെ വെറൈറ്റി വീഡിയോസുകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ കാവുത്ത്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ചില നാടുകളിലൊക്കെ ഇതിന് കാച്ചിൽ എന്നും പറയും. ഞങ്ങളിവിടെ ഇതിന് കാവുത്ത് എന്നാണ് പറയാറ്. ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ വൃത്തിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കഴുകുന്ന സമയത്ത് ഇതിന് ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാകും. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഒരു 3-4 വിസിൽ വരേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കാവുത്ത് ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കാവുത്ത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയും തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയും ഒരു തക്കാളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. സവാള ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇത് കഴിക്കുന്ന സമയത്ത് സവാള കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രൂപത്തിൽ വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇനി നമുക്കിത് അല്പം ഒന്ന് ലൂസാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി മസാലയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്കിത് പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാവത്തൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പികളുമായി ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ. Thanks for watching.